ഈ സമയം കടന്നു പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് പട്ടണത്തിലെ കർത്താവിന്റെ സഭയ്ക്ക് എഴുതിയ 2 ലേഖനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 14-ാം അധ്യായത്തിൽ നിന്ന് ഇന്ന് കാലം ഏതാനും ചില ചിന്തകൾ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ പൗലോസ് ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 14-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ പൗലോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 14-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമുക്കിവിടെ ഈ സമയം വായിക്കാം. എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരം ഇല്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെയും വാക്കിനാൽ അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. ഈ വാക്യം നമ്മൾ നല്ലതുപോലെ വായിച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരു സഭാ സമ്മേളനത്തിൽ പ്രവചിക്കേണ്ടവരാണ്. നമ്മൾ ഈ വാക്യത്തിൽ കാണുന്ന പ്രവചനം എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യമോ ഒരു വേദഭാഗമോ വായിച്ച് ജനങ്ങൾക്ക് ചില ഗുണദോഷങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ വേദഭാഗവുമായുള്ള ബന്ധത്തിൽ ഇന്ന് പൽക്കാലം ഞാൻ യോന പ്രവാചകനെ നമ്മുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരാലും പ്രവചനം മുഖാന്തരം കേൾവിക്കാർക്ക് ആത്മീയ ഉത്തേജനം ഉണ്ടാകുമെന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാരോട് പറയുമ്പോൾ ദൈവം യോന എന്ന് പറയുന്ന മനുഷ്യനെ പ്രവാചക ധർമ്മം നിറവേറ്റുവാൻ നിനവിയിലേക്ക് പറഞ്ഞു വിട്ടതായി യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 1-ാം അധ്യായം അമീഥായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവിയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കുക, എന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധി എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നീ മഹാനഗരമായ നിനവിയിലേക്ക് ചെന്ന് അവർക്കെതിരായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ആ ദുഷ്ടതയ്ക്കെതിരെ നീ പോയി പ്രസംഗിക്കണം. പ്രവചനം എന്ന് പറഞ്ഞാൽ വേദപുസ്തകവുമായുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ അരുളപ്പാടുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ, ചില ഗുണദോഷങ്ങൾ, ചില ആശ്വാസ ഉത്തേജന വാക്കുകൾ പറഞ്ഞ് കേൾവിക്കാരെ ആ ഒരവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് എന്ന് ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ യോനയുടെ ജീവിതവുമായ ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോന ആരാണ് എന്ന് ചോദിച്ചാൽ, മെസ്സഞ്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഒരു പ്രതിനിധിയാണ്, പ്രതിപുരുഷനാണ്, സന്ദേശവാഹകനാണ്. ദൂതറിയിക്കുവാനായി ദൈവത്താൽ വിളിച്ച് നിയോഗിച്ച് അയക്കപ്പെട്ട ഒരു വ്യക്തി ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് ഈ യോന എന്ന സന്ദേശവാഹകന്റെ ജോലി, ഉത്തരവാദിത്വം, ദൗത്യം എന്ന കാര്യം നമ്മൾ അറിയാതിരിക്കരുതെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, പ്രവചി
പ്രവചിക്കുക അഥവാ ജനങ്ങൾക്ക് ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതാണ് യോനാ പ്രവാചകന്റെ ജോലി. ഇന്ന് പ്രകാരം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നമുക്കൊരു ദൗത്യമുണ്ട്, നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഗുണദോഷങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു പള്ളിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതല്ല ഗുണദോഷങ്ങളുടെ അഭ്യാസ കളരി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മളുമായി കണ്ടുമുട്ടുന്ന വ്യക്തികളോടെല്ലാം ഗുണവും ദോഷവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നല്ലതുപോലെ ജീവിച്ചാൽ അത് ഗുണകരമാണ്, ദോഷകരമായി ജീവിച്ചാൽ അത് ദോഷകരമാണെന്ന് ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് യോനാ പ്രവാചകന്റെ ജോലി ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ നിനവേ എന്ന് പറയുന്ന മഹാനഗരത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു ദൈവവൈദ്യന്റെ ജോലി, ഒരു വിശ്വാസിയുടെ ജോലി, ഒരു സഭാജനത്തിന്റെ ജോലി, ഒരു ദൈവാലയ ഭക്തന്റെ ജോലി, ഒരാത്മീകന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ജോലിയുണ്ട്, മറ്റുള്ളവരോട് ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ പറയുന്ന ഒരു ഗുണദോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി മറിച്ചേക്കാം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുണദോഷം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം ഉന്നതമായി തീർന്നേക്കാം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുണദോഷ ചിന്ത കൊണ്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളുടെ ജീവിതം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരാം. ഒരു പക്ഷേ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ആത്മഹത്യ എന്ന പ്രവണതയുടെ ജ്വരം തന്റെ ഹൃദയത്തെ കത്തിപ്പടർത്തി അതിലേക്ക് പോകാൻ ആ വ്യക്തി വെമ്പൽ കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം നമ്മുടെ ഒരു ഗുണദോഷം ആ വ്യക്തിയുടെ മനസ്സിനെ, ആ വ്യക്തിയുടെ മനസാക്ഷിയെ, ആ വ്യക്തിയുടെ ഹൃദയത്തെ മാറ്റി മറിക്കുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നിനവേ എന്ന മഹാനഗരത്തിലെ ജനങ്ങളുടെ പാപം ദൈവസന്നിധിയിൽ കുന്നുകൂടി നിൽക്കുകയാണ്. ഇനി അവരുടെ മേൽ വരുന്നത് ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധി മാത്രമേ ഉള്ളൂ. ആ ന്യായവിധിയുടെ ഫലമായി നിലവേ പട്ടണത്തിലെ ജനങ്ങൾ മുഴുവനും ഉന്മൂലമായി നശിക്കപ്പെടും. അങ്ങനെ നശിക്കാതിരിക്കാൻ അവരോട് ഗുണം ദോഷം ഇവ രണ്ടും ഒരുമിച്ച് വിളംബരം ചെയ്യുവാൻ യോനയെ ദൈവം അയച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, നമ്മളെ കർത്താവ് കണ്ടുമുട്ടിയത്, നമ്മളെ കർത്താവ് തേടി വന്നത്, നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗുണദോഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ ഈ യോനായെ കുറിച്ച് തന്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളുണ്ട്. ഈ 4 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ യോനായുടെ ഉത്തരവാദിത്വം വലുതാണ് എന്നറിഞ്ഞുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോനായോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, പക്ഷേ റണ്ണിങ് ഫ്രം ഗോഡ്, അവൻ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞോടുകയാണ്. ഹല്ലേലൂയ. നമ്മളിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ മറന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട്, അതിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് ദൗത്യം നിറവേറ്റാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം റണ്ണിങ് ഫ്രം ഗോഡ്, അത് ദൈവത്തിൽ നിന്നുള്ള ഒരു തിരിഞ്ഞ ഓട്ടമാണ്. ഡിസൊബീഡിയന്റ് പ്രോഫറ്റായി ഇവിടെ അദ്ദേഹം മാറുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അനുസരണത്തിന്റെ പ്രവാചകനായി മാറുവാൻ ദൈവം വിളിച്ച യോന അനുസരണക്കേടിന്റെ പ്രവാചകനായി ഒരു നിമിഷത്തിൽ മാറിയെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യവും നമ്മളെ അനുസരണക്കേടിന്റെ ഒരു വക്താവായി തരം താഴ്ത്തി കളയാതിരിക്കാൻ നമ്മൾ ആവുന്നിടത്തോളം സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർക്കുകയാണ്. യോനയുടെ പുസ്തകം 1-ാം അധ്യായം. യോന ദൈവത്തിൽ നിന്ന് തിരിഞ്ഞോടിയപ്പോൾ അനുസരണക്കേടിന്റെ പ്രവാചകനായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം നമ്മൾ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ഓടിപ്പോകുന്ന വ്യക്തിയായി തീരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ അനുസരണക്കേടിന്റെ പ്രവാചകനായി ദൈവത്തിൽ നിന്ന് യോന ഓടിപ്പോയി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ ഓടിപ്പോയ യോന എവിടെ ചെന്നു നിങ്ങൾക്കറിയാമോ? കടലിൽ ഒരു കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്ന് ചേർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ നിന്നോടിയാൽ അനുസരണക്കേടിന്റെ ഫലമായി നമ്മുടെ ജീവിതം ഏറ്റവും അധപ്പതനത്തിൽ, ഏറ്റവും തകർച്ചയിൽ, ഏറ്റവും നിലവാരമില്ലാത്ത അവസ്ഥ
അവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് ഓടരുത്. അങ്ങനെ ഓടി അനുസരണക്കേടിന്റെ ഫലമായി കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോൾ യോന ഇന്നയോളം അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ മുഴുവനും അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് എനിക്കൊരു ആഗ്രഹം ഉണ്ടാകുകയാണ്. ഞാൻ ഇനി ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന സ്ഥലത്തേക്ക് മടങ്ങി പോകണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ഓടിയ യോന 2-ാം അധ്യായത്തിൽ റണ്ണിംഗ് ടു ഗോഡ്, അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞോടുകയാണ്. ഇവിടെ ഒബീഡിയന്റൽ പ്രോഫറ്റായി തന്നെ നമ്മൾ കാണുകയാണ്. 1-ാം അധ്യായത്തിൽ അനുസരണക്കേടിന്റെ പ്രവാചകനായി ദൈവത്തിൽ നോടിപ്പോയപ്പോൾ 2-ാം അധ്യായത്തിൽ അനുസരണത്തിന്റെ പ്രവാചകനായി ദൈവത്തിലേക്ക് ഓടുകയാണ്. പ്രിയ ദൈവമക്കളെ, പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, പ്രതികൂലമുണ്ടാകുമ്പോൾ, രോഗമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, കഷ്ടതയുണ്ടാകുമ്പോൾ, ആകൃതിയുണ്ടാകുമ്പോൾ ആരും സഹായത്തിനില്ല എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിനെ ആകുലപ്പെടുത്തി ആഴത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നമ്മൾ ദൈവത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കുകയാണ്. ഈ സമയം, ഈ തക്ക നോക്കി നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം. അതുകൊണ്ട് അനുസരണക്കേടിന്റെ പ്രവാചകനായി ദൈവത്തിൽ നോടിപ്പോയ യോന അനുസരണത്തിന്റെ പ്രവാചകനായി ദൈവത്തിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടിയപ്പോൾ തന്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നടന്നു. കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് നിലവിളിച്ചപ്പോൾ പ്രിയ ദൈവമക്കളെ, യോനാക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ മത്സ്യം നേരെ ആറിന്റെ അല്ലെങ്കിൽ കടലിന്റെ കരയിൽ വന്ന് യോനായ്ക്ക് ഒരാപത്തും വരാതെ വീണ്ടും വെള്ളത്തിലേക്ക് വഴുതി പോകാതെ കരയിലേക്ക് ശ്രദ്ധിച്ച് തന്നെ വിഴുങ്ങിയ മത്സ്യം അതേപോലെ തിരിച്ചേൽപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പത്രോസ് ചോദിക്കുണ്ടായി, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം വിട്ട് നിന്റെ വിളിപ്പുറത്ത്, നിന്റെ വാക്കിന് പുറത്ത്, നിന്റെ പിന്നാലെ ഞങ്ങൾ വന്നിരിക്കുന്നു, നീ ഞങ്ങൾക്ക് എന്താണ് തരുന്നത്? കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും അന്തിമമായി ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു എങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, മാറ്റമില്ലാത്ത രക്ഷകനായ കർത്താവ് നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് നയിക്കണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഉറപ്പിക്കുകയാണ്. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അനുസരണം കേട്ട പ്രവാചകൻ ദൈവത്തിൽ നോടിപ്പോയി. യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അനുസരിച്ച പ്രവാചകൻ ദൈവത്തിലേക്ക് ഓടിപ്പോയി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനുസരിച്ച പ്രവാചകന് ഒറ്റയൊരു മാർഗമേ ഉള്ളൂ, റണ്ണിംഗ് വിത്ത് ഗോഡ്. അവൻ ദൈവത്തോടു കൂടെ ദൈവത്തിൽ നോടി, ദൈവത്തിലേക്ക് ഓടി. 3-ാമത് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ, ഇനി ദൈവത്തോടു കൂടെ ഓടുക. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദൈവത്തിൽ നോടി, ദൈവത്തിലേക്ക് ഓടി, ദൈവത്തോടു കൂടി ഓടാനാണ് പള്ളി. ആമേൻ. ഒരു ആലയം എന്ന് പറയുന്നതിന് ഏറ്റവും ആത്മീക സ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുകൂടെ ദൈവജനം ഓടണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് മൂലം ഓടി, അനുസരണത്താൽ ദൈവത്തോടുകൂടെ ഓടി, അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോടുകൂടെ ഓടുകയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ആലയത്തിലെ ഓട്ട നാളുകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് എല്ലാ ശാപങ്ങൾ മാറട്ടെ, എല്ലാ രോഗങ്ങളും മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ, എല്ലാ പ്രയാസങ്ങൾ മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങൾ മാറട്ടെ, എല്ലാവിധമായ പൈശാചിക പോരാട്ട പ്രതികൂല ബന്ധനങ്ങളും അഴിഞ്ഞു മാറി ദൈവത്തോടുകൂടി ഓടുന്ന ഈ ഓട്ടത്തിൽ നാം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഓടി അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചപ്പോൾ 4-ാം അധ്യായത്തിൽ യോനായ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. എന്താണെന്നറിയാമോ? യോന അനുസരണത്തോടെ ഓടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യോനയുടെ ജീവിതത്തിൽ താൻ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്.
പ്രൈഡ് പ്രോഫറ്റ്, അഹങ്കാരിയുടെ പ്രവാചകൻ. 4-ാം അധ്യായത്തിൽ ദൈവവും താനും ഒരുമിച്ച് ഓടിയപ്പോൾ ഒരു ദിവസം തനിക്ക് തോന്നി, ദൈവം പുറകെ നിൽക്കട്ടെ, ഞാൻ സ്പീഡിൽ ഓടുകയാണ്. ആമേൻ. ദൈവത്തോടു കൂടി ഓടുമ്പോൾ ഒരിക്കലും ദൈവത്തെ ഓവർടേക്ക് ചെയ്യരുത്. ആമേൻ. ദൈവവും നാമും തമ്മിലോ ഇതേപോലെ ഒന്നിച്ചായിരിക്കണം ഓടുന്നത്. പ്രിയ ദൈവമകളെ, ദൈവത്തിൽ ഓടിയ പ്രവാചകൻ, ദൈവത്തിലേക്ക് ഓടിയ പ്രവാചകൻ, ദൈവത്തോടു കൂടിയ പ്രവാചകൻ ഇപ്പോൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ മുന്നമേ കയറി ഓടുകയാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ഓട്ടം നമുക്ക് സാധ്യമല്ല. ആ ഓട്ടത്തിൽ യോന തികച്ചും പരാജിതനായി അവസാനം മരിക്കണമെന്ന് തോന്നുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നിരാശനായി ഒരാവണക്ക് അതിന്റെ കീഴിൽ യോന പോയിരുന്നു. യോന ദൈവത്തിന്റെ മുന്നേ ഓടി ആവണക്കിന്റെ കീഴിൽ തണല് അഭയം പ്രാപിച്ചിരുന്നപ്പോൾ ദൈവം എന്തെന്നറിയാമോ? ഒരു ചെറിയ പുഴുകൾ പറഞ്ഞ് നീ പോയി ആവണക്കിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ പോയി ഒറ്റ കുത്തുകുത്തിയപ്പോൾ അകത്തൊന്നുമില്ലാത്ത ഈ ആവണക്ക് വാടി തളർന്നു പോയി. അപ്പോൾ യോന കോപിച്ചു. ദൈവം ചോദിക്കുകയാണ്, എന്താണ് നീ കോപിക്കുന്നത്? നിനക്ക് തണൽ നൽകിയ ആവണക്ക് അത് വാടിപ്പോയപ്പോൾ നീ കോപിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നിനവേയിലെ ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിനക്ക് ഒരു പരിഭവമില്ലേ എന്ന് ചോദിച്ചു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിൽ നിന്നോടി, ദൈവത്തിലേക്ക് ഓടി, ദൈവത്തോടു കൂടി ഓടി, ദൈവത്തിന്റെ മുൻപേ ഓടി. ആ ഓട്ടത്തിൽ യോന പരാജിതനായി. എന്നാൽ ദൈവം ആ യോനയെ അവിടെ നിന്ന് അനുതപിച്ചപ്പോൾ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് പലപ്പോഴും ഓടിപ്പോകുന്നുണ്ട്. അത് അനുസരണക്കേടാണ്. എന്നാൽ അനുസരണം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചോടണം. ദൈവത്തിലേക്ക് തിരിച്ചോടിച്ചെന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൈപിടിച്ച് നാം ദൈവവുമായി ഒരുമിച്ചോടിപ്പോകും. ആ ഓട്ടത്തിൽ ഒരു സമയം നമുക്ക് തോന്നുകയാണ്, അവന്റെ കൈവിട്ട് ഞാൻ മുന്നോട്ട് പോയേക്കാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, സാധാരണ നമ്മുടെ ക്രിസ്തീയ രീതിയിൽ ചില സഭാവിഭാഗക്കാരെല്ലാം വിവാഹം നടത്തി കഴിഞ്ഞ് പറയാറുണ്ട്, വരനും വധുവും വലതുകരം പിടിച്ച് കല്യാണം നടന്ന ആ ആലയത്തിന്റെ മധുഭാസിംഹാസനത്തിൽ നിന്ന് പ്രവേശന കവാടത്തിൽ ചെന്ന് മധുവായിക്ക് അഭിമുഖമായി മുഖാമുഖമായി ആ കൈ പിടിച്ചു നിൽക്കണം, ആ കൈ വിടരുതെന്ന് പറയും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൈ വിട്ടുപോവുകയാണ്. പിന്നീട് ചിലപ്പോൾ അത് ഡിവോഴ്സിൽ ചെന്ന് അവസാനിക്കും. പിന്നീട് ചിലപ്പോൾ അത് വേർപാടിൽ ചെന്ന് അവസാനിക്കും. പിന്നീട് ചിലപ്പോൾ അത് കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കും. പിന്നീട് ചിലപ്പോൾ അത് ഒന്നുമല്ലാത്ത പരാജയത്തിലും ചെന്ന് അവസാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് സാരം ആ കൈയുടെ പിടുത്തത്തിന്റെ പോരായ്മയെന്നോ കൈ വിട്ടതിന്റെ പോരായ്മയെന്നോ അല്ല, രണ്ടുപേരിൽ ഒരാള് മുന്നേ കയറാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ പരാജയം ഉണ്ടാകുന്നത്. യോന ദൈവത്തിൽ ഓടി, ദൈവത്തിലേക്ക് ഓടി, ദൈവത്തോട് കൂടി ഓടി, അതിനുശേഷം ദൈവത്തിന്റെ മുന്നേ കയറി ഓടി. അവിടെ യോന പരാജയം അറിഞ്ഞു തുടങ്ങി. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടിയിരിക്കാം, എന്നാൽ ദൈവത്തിലേക്ക് ഓടിയവരാകാം. ദൈവത്തോടൊപ്പം ഇപ്പോൾ ഓടുകയാണ്. ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മുൻപോ മരണത്തിന് ശേഷമോ ദൈവത്തിന്റെ മുൻപേ നമുക്ക് ഓടാതിരിക്കാനുള്ള കൃപ ദൈവം പെരുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ ആ ഓട്ടത്തിൽ നമ്മൾ അന്ത്യത്തോളം ദൈവത്തോടൊപ്പം തന്നെ ആയിരിക്കുമെന്നുള്ള ആശ്വാസവാക്യത്തിലൂടെ നമ്മൾ ഉന്നതം കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.